ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരു കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് പുതിയൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ വരികയാണ്. ഇതാണ് നിലവിലെ കന്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ടെർമിനൽ 1 കയറാനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ടെർമിനൽ 1 എൻട്രൻസ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോം വഴി നടന്ന് നമ്മുടെ പുതിയ ടെർമിനലിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ബംഗളൂരു കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ. പഴയ സ്റ്റേഷൻ്റെ ഭാഗമാണത്. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. ഞാൻ പ്ലാറ്റ്ഫോം 1A, 1B, 1C, 1D, 1E ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇവിടെയായിരുന്നു പണ്ടൊരു നല്ലൊരു ആർച്ച് റൂഫ് ഉണ്ടായിരുന്നത്. പണ്ട് ഓർമ്മയില്ല, ഇവിടെ ഒരു നല്ലൊരു ആർച്ച് റൂഫ് ഉണ്ടായിരുന്നു. അതൊരു പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ റെമനൻസ് ആണെന്ന് താഴെ കാണുന്നത്. ഇവിടെയായിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പോൾ ഷെൽട്ടറൊന്നും ഇല്ലാണ്ടായി, ഫുൾ ഓപ്പണായി. ഉദ്യാന എക്സ്പ്രസ് എന്ന റേക്കാണ് കിടക്കുന്നത്. റേക്ക് അവർ ചങ്ങലായിട്ട് ബന്ധിപ്പിച്ച് സ്റ്റേബിൾ ചെയ്യണം അവിടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ? നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂരു കന്റോൺമെൻറ്റിൽ നിന്ന് മധുരയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് നമ്മുടെ യാത്ര. 20672 ബംഗളൂരു കന്റോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. ഈ ഭാഗമൊക്കെ പണ്ട് ആർച്ച് റൂഫിനകത്ത് വരുന്നതായിരുന്നു. ഇതൊരു പഴയ ഹിസ്റ്റോറിക് കെട്ടിടമാണ്. ബ്രിട്ടീഷുകാർ കാലത്ത് പണിത കെട്ടിടമാണത്. ആ കെട്ടിടത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗം ഒരു പൊളിച്ചു കളഞ്ഞു. അവിടുത്തെ പുതിയ ബിൽഡിങ്സ് വന്നു തുടങ്ങി. ഇവിടെയും ഈ കെട്ടിടത്തിൻ്റെ ഒരു നല്ല ഭാഗം പൊളിച്ചു കളഞ്ഞിട്ട് അപ്പുറത്തെ പുതിയ ബിൽഡിംഗ്, പുതിയ കോൺക്രീറ്റ് ബിൽഡിംഗ് പൊങ്ങി വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു മേജർ റീകൺസ്ട്രക്ഷൻ വർക്കാണ് നടക്കുന്നത്. എനിക്കൊന്ന് ഇവിടെ റിട്ടയറിംഗ് റൂം പോലത്തെ ഫെസിലിറ്റീസും എല്ലാം വരും തോന്നുന്നു കണ്ടിട്ട്. ഓ വന്ദേ ഭാരത്. ഇതാണ് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോംസ് 1Bയും 1Cയും. ഇപ്പോൾ കന്റോൺമെൻറ്റ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല ഇതുവരെ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കൃഷ്ണരാജപുരത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇവിടെ ഒന്ന് കയറും. 1 മണിയാണ് ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. ഇപ്പോൾ സമയം 1:43 ആയതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അധികം താമസിയാതെ വന്ന് കയറുന്നത്. നമുക്കൊന്ന് ഷടയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നടക്കാം. അത് കയറി വരുന്ന എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കതെടുക്കാം. ഇവിടെ SWR ട്രെയിൻ യശ്വന്ത്പൂർ കൊൽക്കത്ത എന്ന ബോർഡ്. അത് ഭാരത് ഗൗരവാന്ന് തോന്നുന്നു. ഇവിടെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ് ഒന്ന് വരുന്നത്. മുകളിലോട്ട് പൊക്കി പണിയുന്നുണ്ട്. ഫുട് ഓവർ ബ്രിഡ്ജ് പോലെ ഉണ്ട് അത് കണ്ടിട്ട്. ഫുട് ഓവർ ബ്രിഡ്ജാണോ അതിനി മറ്റേ വലിയ ആർച്ച് റൂഫാണോ എന്നറിയില്ല. കാര്യം ആ ഒരു ഡിസൈൻ കണ്ടിട്ട് ആർച്ച് റൂഫ് ഒക്കെ പോലെ ഉണ്ട്. നമുക്ക് എന്തായാലും 1C അങ്ങേ അറ്റത്തോട്ട് പോകാം. നമ്മൾ ട്രെയിൻ കയറി വരുന്നെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. ഇത് പ്ലാറ്റ്ഫോം 1B 1C ബാംഗ്ലൂർ ഈസ്റ്റ് എൻഡാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റേക്ക് ബോർഡൊന്നും ഇല്ലാത്തൊരു റേക്കാണ്. ഏതൊരു ട്രെയിനിൻ്റെ എനിക്കൊന്നും ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്ത റേക്കായിരിക്കും മിക്കവാറും. റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ബാംഗ്ലൂരു ദാനാപൂർ ക്ലോൺ എക്സ്പ്രസിൻ്റെ റേക്കാണ്. നമ്മുടെ ട്രെയിനിൽ ജസ്റ്റ് ബാംഗ്ലൂർ ഈസ്റ്റ് സൈഡിൽ നിന്ന് കയറി വരുന്ന കാണാം. ഇപ്പോൾ ഈ വരുന്നതാണ് മധുരൈ ബംഗളൂരു കന്റോൺമെൻറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതാണ് തിരിച്ച് ബംഗളൂരു കന്റോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആയി 20672 ആയിട്ട് തിരിച്ചു വന്ന റേക്ക് ഇതാണ്. ഇത് ഓറഞ്ച് കളർഡ് 8 കാർ റേക്കാണ്. നമ്മളിതിൽ C4 കോച്ചിലാണ് നമ്മുടെ ടിക്കറ്റ്. C4 കോച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നടക്കായിട്ട് വരും റേക്കിൻ്റെ. ഇതാണ് C4 2415A6 മോട്ടോർ കോച്ചാണ്. സമയം ഇപ്പോൾ 12:52. 12:52 അപ്പോഴേക്കും ട്രെയിനിങ് എത്തി. അപ്പോൾ ജസ്റ്റ് ഇൻകമിങ് റേക്ക് വന്നു. ഇൻകമിങ് യാത്രക്കാർ ഇറങ്ങി. ക്ലീനിങ്ങിലുള്ള സ്റ്റാഫ് ജസ്റ്റ് ഉള്ളിലോട്ട് കയറിയിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 8 കാർ റേക്കാണ്. സാഫ്രൺ കളേർഡ് മധുരൈ ബേസ്ഡാണ് ഈ റേക്ക്. മധുരൈ ഡിവിഷനാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ കോണിലത്തെ
നോസ് കവർ കണ്ടത് അബ്നോർമലായിട്ട് ഫിറ്റ് ചെയ്യുന്നത്, അൺഈക്വലായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മധുരൈ ബേസ്ഡ് റേക്കാണ്, മധുരൈ കോച്ചിങ് ഡിപ്പോയിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ 20672 ബംഗളൂരു കണ്ടോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരത് എക്സ്പ്രസ് C4 കോച്ച് നമ്പർ 241586. ഇതൊരു മോട്ടോർ കോച്ചാണ്. ഇതാണ് നമ്മുടെ കോച്ച്. എൻ്റെ സീറ്റ് റൈറ്റ് സൈഡിലാണ്, പക്ഷേ ബാക്ക്വേർഡ് ട്രാവലിംഗ് ആണ്, അത് കുഴപ്പമില്ല. ഇതാണ് റൈറ്റ് സൈഡിലുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ ട്രെയിന് ഇതിപ്പോൾ 1 വർഷം ആയിട്ടില്ല ഈ സർവീസ് തുടങ്ങിയിട്ട്. ഈ സർവീസ് പക്ഷേ വിചാരിച്ച പോലെ അത്ര പോപ്പുലർ അല്ല. അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് 2 കാരണങ്ങൾ തന്നെ. ആക്ച്വലി ഇത് ബാംഗ്ലൂരിൽ നിന്ന് മധുരയിലേക്കുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏക ട്രെയിനാണിത്. എന്നിട്ടും കൂടി അത്രയും കൊണ്ട് ഒരു ഇടിച്ച് കയറ്റം ഇതിനില്ല. സാധാരണ അതിൽ വണ്ടി പുറപ്പെടുന്നതിനൊരു ഒരാഴ്ച അല്ലെങ്കിൽ 4 ദിവസം മുമ്പൊക്കെ ഫുള്ളാവാറുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവൈലബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ ട്രിപ്പിന് വരെ ടിക്കറ്റ് ഈസിലി അവൈലബിൾ ആണ്. ഇതിൻ്റെ 2 മെയിൻ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഫെയറാണ്. 1740 രൂപയാണ് ഇതിൻ്റെ ഫെയർ വരുന്നത്. 1740 രൂപ ഫെയർ വരുന്നതിൽ 530 രൂപ കാറ്ററിംഗ് മാത്രമാണ്. എക്സിക്യൂട്ടീവ് ചെയർക്കാരാണെന്നുണ്ടെങ്കിൽ 3060 രൂപ ഫെയർ വരുന്നുണ്ട്. അതിന് 613 രൂപ കാറ്ററിംഗ് മാത്രം വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ട്രെയിന് ഇവിടുന്ന് പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജോലാർപേട്ട വഴിയാണ് പോകുന്നത്. ജോലാർപേട്ട അല്ല, ബംഗാർപേട്ട സ്റ്റോപ്പില്ല, ബംഗാർപേട്ട വഴി പോയിട്ട് തിരുപ്പത്തൂർ ബൈപ്പാസ് വഴി അങ്ങനെ കയറി സേലം, പിന്നെ അവിടുന്ന് നാമക്കൽ, കരൂരിൽ നിന്ന് ഇത് നേരെ ഡിണ്ടിഗൽ പോകുന്ന കാര്യം ട്രിച്ചി വഴി ഡിണ്ടിഗൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മധുരയിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് കുറച്ച് ദൂരം കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ചാർജും വരുന്നുണ്ട്. അതൊരു മേജർ കൺസേൺ ആയിട്ട് പല യാത്രക്കാരും ഈ വണ്ടിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ പോലും ഈ വണ്ടി 8 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് മധുരയിലൂടെ എത്തും. നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് നാഗർകോയിൽ എക്സ്പ്രസ് ആണ്. അതിന് 9.5 മണിക്കൂർ വേണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ഓടിയിട്ടും കൂടി 8 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്തുന്നുണ്ട്. അത് ട്രിച്ചിക്ക് പകരം നേരെ ഡിണ്ടിഗൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു 7.5 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ട്രിച്ചിയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ റൂട്ട് അങ്ങനെ ഈ വണ്ടി ഡൈവേർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്കെന്ന് പതുക്കെ നമ്മുടെ കോച്ചിനകത്തേക്ക് കയറാം. അത്യാവശ്യം ആൾ കയറി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ വണ്ടി ജസ്റ്റ് വന്ന് ഇൻകമിങ് യാത്രക്കാർ ഇറങ്ങിയുണ്ട്, അടുത്ത സെറ്റ് യാത്രക്കാർ കയറുകയും ചെയ്തു. നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറാം. ടോയ്ലറ്റിന് ക്ലീനിങ് നടക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അത്യാവശ്യം യാത്രക്കാരുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോ സീറ്റാണ് എൻ്റെ സീറ്റ്. സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു സീറ്റാണ്. നമുക്ക് ഒരുപാട് ക്രോസിങ്സ് ഒന്നും പിടിക്കാനൊന്നും പറ്റില്ല, എന്നാലും കഴിയുന്ന പോലെയൊക്കെ ക്യാപ്ചർ ചെയ്യാം. എനിക്ക് ലെഗ് സ്പേസ് ഇത്തിരി കുറവാണെന്നൊരു സംശയം തോന്നുന്നു. എന്തായാലും സീറ്റിലേക്ക് ഇരുന്ന് നോക്കാം. അപ്പോൾ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പുഷ് ബാക്കിൻ്റെ ബട്ടൺ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ സീറ്റിലോട്ട് കയറി നോക്കാം. സീറ്റിലോട്ട് കയറിക്കുമ്പോൾ സാധാരണ വന്ദേ ഭാരതുകളെക്കാളും ലെഗ് സ്പേസ് വളരെ കുറവാണ്. സാധാരണ ഇതിൽ കൂടെ ലെഗ് സ്പേസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലെഗ് സ്പേസ് വളരെ കുറവാണ്. ഈ ട്രേ കൂടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ശരിക്കും മടിയിലേക്ക് ട്രേ വന്നിരിക്കുന്നത്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണിത്. ഇതിനകത്തൊരു പ്ലാറ്റ്ഫോം മാഗസീൻ വെച്ചിട്ടുണ്ട് അവർ. ഇത് സദേൺ റെയിൽവേയുടെ സ്വന്തം മാഗസീനാണ്, അതൊരെണ്ണം വെച്ചിട്ടുണ്ട്. ട്രേ ടേബിൾ ശരിക്കും എൻ്റെ മടിയിൽ തന്നെ വന്നിരിക്കുന്നത്. ഇത് ഇത്തിരി അൺകംഫർട്ടബിൾ ആണ് ഈ സീറ്റ്. ഫുഡ് റെസ്റ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ലോക്കാവാത്ത ടൈപ്പാണ്. ബോട്ടിൽ ഹോൾഡർ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ കാല് നീട്ടാൻ വഴിയില്ല. നമുക്ക് പുറപ്പെടാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഏകദേശം അരമണിക്കൂറിന് മേലെ ഉണ്ട്. ബേസിക്കലി സീറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സീറ്റ് ഇത്തിരി കൺജസ്റ്റഡ് തോന്നുന്നു. ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ച ക്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ ലഞ്ച് സെർവ് ചെയ്യും അവർ. അപ്പോൾ ലഞ്ച് അവർ അതിനകത്ത് കയറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ സീറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നു. ആ സീറ്റ് ഭയങ്കര കൺജസ്റ്റഡാണ് സീറ്റ്. സൈഡിൽ യാത്രക്കാരും മുഴുവൻ വന്നിരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. ഇതുവരെ യാത്ര ചെയ്ത വന്ദേ ഭാരതുകളിൽ വെച്ച് എനിക്കൊന്ന് ഏറ്റവും മോശം സീറ്റ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. മീൻവയൽ കോയമ്പത്തൂരിൽ നിന്നുള്ള വന്ദേ ഭാരത് ജസ്റ്റ് കയറി വരുന്നു. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇതിനു മുമ്പ് നമ്മൾ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിൽ നിന്ന് ഈ ട്രെയിൻ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. 20641 ബംഗളൂരു കണ്ടോൺമെൻറ്റ് കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് പോകുന്നവർക്കുള്ള ഒരു നല്ല ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കേരളത്തിലോട്ട് പോവുകയാണ്, അതായത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലേക്കുള്ള യാത്രക്കാരാണെന്നുണ്ടെങ്കിൽ
ട്രെയിനിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം 8:45 കോയമ്പത്തൂർ വിടും. കോയമ്പത്തൂർ 8:45 ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ധാരാളം ബസ്സുകൾ കിട്ടും നമുക്ക് നാട്ടിലേക്ക് പോകാൻ. അതുപോലെ നമ്മുടെ മധുര വന്ദേ ഭാരതും കേരളത്തിലോട്ട് പോകുന്ന യാത്രക്കാർക്കുള്ള നല്ലൊരു ഓൾട്ടർനേറ്റീവ് ട്രെയിനാണ്. മധുര വന്ദേ ഭാരതത്തിന് പോകുകയാണെന്നുണ്ടെങ്കിൽ മധുര ഇറങ്ങിക്കഴിഞ്ഞാൽ മധുരയിൽ നിന്ന് നിങ്ങൾക്ക് രാത്രിയിൽ പുനലൂർ എക്സ്പ്രസ് കിട്ടും. മധുര പുനലൂർ എക്സ്പ്രസ് കിട്ടും 11:30. അതിന് കയറുകയാണെങ്കിൽ തിരുവനന്തപുരം അതുപോലെ നെയ്യാറ്റിങ്കര ആ ഭാഗത്തോട്ടുള്ള യാത്രക്കാർക്ക് വളരെ എളുപ്പമാണ്. അതേപോലെ രാത്രി 12 മണി കഴിയുമ്പോൾ ചെന്നൈ കൊല്ലം എക്സ്പ്രസ്സും കിട്ടും. ആ വണ്ടിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ആര്യങ്കാവ് പുനലൂർ കൊല്ലം ഭാഗത്തോട്ടുള്ള യാത്രക്കാർക്കും വളരെ സൗകര്യമാണ്. അപ്പോൾ ഈ 2 വണ്ടികളും സത്യം പറഞ്ഞാൽ കേരളത്തിലോട്ട് വന്ന യാത്രക്കാർക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഓൾട്ടർനേറ്റീവ് ട്രെയിനുകളാണ്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് ടിക്കറ്റ് കിട്ടിയില്ലാണെങ്കിൽ ഈ വണ്ടികൾ പിടിക്കാം. തീർച്ചയായിട്ടും ഈ 2 വണ്ടികൾക്കും തിരക്ക് കമ്പാരിറ്റീവ്ലി കേരള ട്രെയിനുകൾ വെച്ച് നോക്കുമ്പോൾ തിരക്ക് വളരെ കുറവാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അതൊരു ഒരാഴ്ച മുമ്പൊക്കെ തന്നെ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല ഈ 2 വണ്ടികളിലും. അപ്പോൾ ഈ 2 വണ്ടികളും നമുക്ക് നല്ല കേരളത്തിലോട്ടുള്ള നല്ല ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ആരൻകോ കാറ്ററേഴ്സാണ്. നമുക്ക് ലഞ്ചിന് തൈരൊക്കെ ലോഡ് ചെയ്യണം. തൈര് ജ്യൂസ് അങ്ങനെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണം. ഇപ്പോൾ ടോയ്ലറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. നമുക്ക് ആദ്യം തന്നെ വെസ്റ്റേൺ ടോയ്ലറ്റ് നോക്കിയേക്കാം. വെസ്റ്റേൺ ടോയ്ലറ്റ് വേക്കൻ്റ് ആണ്. ഓവറോൾ മെയിൻ്റനൻസ് ഉള്ള ഹുക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വാഷ് ബേസിൻ്റെയൊക്കെ വെള്ളമുണ്ട്. ഇപ്പോൾ വാഷ് ചെയ്ത് പോയിട്ടുള്ളവർ ഇവിടെയൊക്കെ തന്നെ വെള്ളമുണ്ട്. പക്ഷേ സംഭവം എല്ലാം ഉണ്ട്. ഇന്ത്യൻ ടോയ്ലറ്റ് നോക്കിയേക്കാം. ഇന്ത്യൻ ടോയ്ലറ്റും വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ഇന്ത്യൻ ടോയ്ലറ്റും വൃത്തിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ സോപ്പ് ഡിസ്പെൻസർ ഹാൻഡ് ഡ്രയർ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ മെയിൻ്റനൻസ് ഓവറോൾ പറയുന്നത് എയർ ഫ്രഷർ പോലത്തെ സാധനങ്ങളൊന്നുമില്ല. സമയം 1:27 ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. ഉടനെ പുറപ്പെടുമെന്ന് തോന്നുന്നു എനിക്ക്. ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി മാർച്ച് 2024 പണിത കോച്ചാണിത്. ഈ മോട്ടോർ കോച്ചാണ്. ഇതിനകത്ത് 78 സീറ്റുണ്ട്. സമയം 1:31. ഒരു മിനിറ്റ് ലേറ്റാണ്. ഒരു മിനിറ്റ് ലേറ്റായിട്ട് 13:31. 1:31 നമ്മൾ ബംഗളൂരു കൻ്റോൺമെൻറ്റിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന കോയമ്പത്തൂർ വന്ദേ ഭാരതാണ്. ഇതിന് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ബ്രേക്ക് പിടിച്ച് നിർത്തി. ഒന്ന് 32 ഫൈനലി വീണ്ടും എടുത്തു. എന്താണെന്ന് പ്രശ്നം എന്നറിയില്ല. ഫുള്ള് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എടുത്തു. ബ്രേക്ക് ടെസ്റ്റ് ആണെന്ന് ആരും വന്ന് കമൻറ്റ് ചെയ്യരുത്. ഇത് ബ്രേക്ക് ടെസ്റ്റിന് വേണ്ടിയുള്ളതല്ല. അപ്പോൾ അതുപോലെ വണ്ടി വിട്ടോണ്ട് റെയിൽ നീര് വന്നു. 10 രൂപയുടെ 1/2 ലിറ്റർ റെയിൽ നീര് വന്നിട്ടുണ്ട്. നമ്മൾ കൻ്റോൺമെൻറ്റിൽ നിന്ന് ഇതുവരെ മെയിൻ ലൈനിലോട്ട് കയറിയിട്ടില്ല. ജസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ പ്ലാറ്റ്ഫോം ലൈനുകൾക്ക് 10 kmph സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതാണ് ഈ പതുക്കെ നമ്മൾ ഉരുണ്ടുപോയിട്ട് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ലൈനിലേക്ക് കയറി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് കൃഷ്ണരാജപുരമാണ്. കൃഷ്ണരാജപുരം കഴിഞ്ഞാൽ പിന്നെ സേലത്ത് മാത്രമേ വണ്ടിക്ക് സ്റ്റോപ്പുള്ളൂ. ബൃന്ദാവൻ എക്സ്പ്രസ് ആയിരുന്നു.
रेल बैंगलोर झांसी स्टेशन से आने वाले सभी यात्रियों का स्वागत करती है. ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷനാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വീതി കുറയ്ക്കുന്നതിന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞവർ. இந்திய ரயில்வே உங்களுக்கு மகிழ்ச்சியான மற்றும் வசதியான பயணத்தை வாழ்த்துகிறது. ನಮಗೆ ಸಂತೋಷ ಮತ್ತು ಆರಾಮದಾಯಕ ಪ್ರಯಾಣವನ್ನು ಬಯಸುತ್ತದೆ. Main doors of this train are opening and closing. അങ്ങേറ്റത്ത് ഹൗറ SMT ബംഗളൂരു എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. നടക്കായിട്ടൊരു വാഗൺ കിടക്കുന്നുണ്ട്. മീൻസ് ഒരു ഫ്ലാറ്റ് വാഗൺ ബ്രേക്ക് കിടക്കുന്നുണ്ട്. ബയ്യപ്പനഹള്ളി സ്റ്റേഷനാണിത്. கழிவறைகள் உட்பட ரயிலுக்குள் புகைப்பிடிக்க வேண்டாம் என பயணிகளிடம் கேட்டுக்கொள்ளப்படுகிறது. நன்றி. ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്ന ലൈനാണ് ഹോസൂരിലേക്ക് പോകുന്ന ലൈന്. ബാംഗ്ലൂർ വന്ദേ ഭാരത് വഴിയാണ് പോകുന്നത്. അതിനപ്പുറത്ത് എക്സിസ്റ്റിംഗ് വയഡക്റ്റ് മെട്രോൻ്റെയും അതിനിപ്പുറത്ത് പുതിയതായിട്ട് പണി കിടക്കുന്ന വയഡക്റ്റ് മെട്രോൻ്റെ തന്നെയാണ്. ഇതാണ് ചന്നസാന്ദ്ര ഓക്സിലറി ഫാൻ ക്യാബിൻ. നമ്മൾ വെസ്റ്റ് കൃഷ്ണരാജപുരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃഷ്ണരാജപുരം വിട്ടുകൊണ്ട് നമ്മുടെ ലഞ്ച് സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന തിരക്ക് മൊത്തം നമ്മുടെ വണ്ടികളല്ല. നമ്മുടെ പുറകെ വരാൻ പോകുന്ന ഡബിൾ ഡെക്കർ, ഉദയ എക്സ്പ്രസ്, വൃന്ദാവന, എടക്കല, മാലക്കുപ്പം പാസഞ്ചർ ഉണ്ടെങ്കിൽ അത് എല്ലാത്തിനും ഉള്ള തിരക്ക്, കമ്പൈൻഡ് തിരക്കാണിത്. സമയം ഇപ്പോൾ 1:56. ലേറ്റാണോന്ന് നോക്കുന്നില്ല. ഞാൻ എന്തായാലും താഴെ കമൻസിൽ ഇത് മെൻഷൻ ചെയ്യാം. അത്യാവശ്യം ആൾക്കാർ കയറാൻ ഇവിടുന്ന്. ഞാൻ നേരത്തെ വന്നാൽ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നേരെ അങ്ങ് സേലത്താണ്. അത് വൈകുന്നേരമാവും. ഏകദേശം ചായ സമയം കഴിയും നമ്മൾ സേലത്തുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷ്ണരാജപുരത്തു നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഏകദേശം ഏതാനും മിനിറ്റുകൾ ലേറ്റാണ്. ഒരുപാട് ഡിലേ ഒന്നുമില്ല. ഇവിടെ നിന്ന് 1:45 പോകേണ്ടതായിരുന്നു. ഇപ്പോൾ 1:58. ഇപ്പോൾ 13 മിനിറ്റ് ലേറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 130 km/h ടെറിട്ടറിയാണ്. 130 ശരിക്കും പോകുമ്പോൾ പോയില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നല്ല പിക്കപ്പാണ്. അടിക്കണ്ട 120 എത്തി. 121. 130 km/h വിട്ടായി റൂട്ട്.
കൃഷ്ണരാജപുരം വിട്ട് ഏകദേശം വൈറ്റ് ഫീൽഡ് ഹൂഡി ഹോൾഡ് എത്താറായി. വൈറ്റ് ഫീൽഡ് ക്യാബിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ലഞ്ചൊരു സിംഗിൾ കോംബോ ബോക്സാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് ബാംഗ്ലൂർ AJS കാറ്ററേഴ്സ് ഇട്ട് റിഫ്രഷിംഗ് റൂം SBC എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. ഇത് റൈസ്, ചപ്പാത്തി, ദാൽ, പനീർ വെജ് കറി, ഡ്രൈ മിക്സ് വെജ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. സ്വീറ്റായിട്ടൊരു മില്ലറ്റ് ലഡ്ഡുമാണ് ഇന്ന് തന്നിരിക്കുന്നത്. പിന്നെ ഓഫ്കോഴ്സ് തൈരുണ്ട്. ഇത് ചപ്പാത്തി ആയിരിക്കണം, ചപ്പാത്തിയാണ് തോന്നുന്നു. പിന്നെ പിക്കിളും പിന്നെ അതുപോലെ സ്പൂണും ഉണ്ട്. പിന്നെ ട്രെയിനിൻ്റെ പുറത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലഞ്ചിൽ എന്തൊക്കെയാണെന്ന് കയറാം. ലഞ്ചിനകത്ത് അവർ തന്നിരിക്കുന്നതിൽ ഒരു കോംബോ ബോക്സ് തന്നിരിക്കുന്നത്. അതിനകത്ത് പനീറിൻ്റെ ഒരു കറിയുണ്ട്, വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. ദാളുണ്ട്, ദാളിന് നല്ലോണം കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ഡ്രൈ വെജിറ്റബിൾ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, നേരത്തെ പറഞ്ഞ തൈരും ലഡ്ഡും ഉണ്ട്. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്, നല്ല സോഫ്റ്റാണ് സാധനം. പക്ഷേ കറി ഡിസപ്പോയിൻമെൻ്റ് ആണ്. ആസ് പതിവ് പോലെ പനീർ കറിക്ക് വലിയൊരു ഫ്ലേവർ ഇല്ല. സാധാരണയുള്ള പോലെ തന്നെ തക്കാളിയുടെ ആ ഒരു തക്കാളിയുടെ സവാളയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. ബംഗാർപേട്ട് സ്കിപ്പാണിത്. പുറത്ത് നല്ല ചൂടുണ്ട്. കാര്യം വെയിലൂടെ അടിച്ചിട്ട് തന്നെ നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. അതായത് അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പില്ല. എ സിക്ക് തണുപ്പ് കുറവുണ്ട്. ഡോറിൻ്റെ ഇവിടെ ഒരു എയർ കർട്ടൻ പോലെ എന്തൊരു സാധനമുണ്ട്, അതിൻ്റെയാണെന്ന് തോന്നുന്നത്. വലുതായിട്ട് തണുപ്പ് വരുന്നില്ല എ സിക്ക്. കുപ്പം സ്റ്റേഷൻ വഴി പോയിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. ഒരു വളരെ ചെറിയ ദൂരം മാത്രമാണ് നമ്മൾ ആന്ധ്രാപ്രദേശിൽ കൂടെ ഓടുന്നത്. നമ്മളിപ്പോൾ അധികം താമസിച്ചാൽ നമ്മൾ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് കയറും. പിന്നെ അങ്ങോട്ട് നമ്മുടെ യാത്ര മൊത്തം തമിഴ്നാട്ടിൽ കൂടെ തന്നെയാണ്. നമ്മളങ്ങനെ മുളന്നൂരെത്തി. മുളന്നൂരാണ് ആന്ധ്രാപ്രദേശിലെ ലാസ്റ്റ് സ്റ്റേഷൻ. ഇനി നമ്മൾ ഒരു ഗാർഡ് സെക്ഷനിലേക്ക് കയറും. ആ ഗാർഡ് സെക്ഷനിലേക്ക് വെച്ച് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. സോമനായക്കംപട്ടി എത്തി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇനിമേൽ ഇപ്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും.
അപ്പം നമ്മളങ്ങനെ ഫൈനലി ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളങ്ങനെ ഡൗൺ ലൈനിലേക്ക് കയറി, ഡൗൺ മെയിൻ ലൈനായിട്ട് ജോയിൻ ചെയ്തു. ഇനി പോയിൻറ്റ്സെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പറന്നു തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ സേലം ഡിവിഷനിലേക്ക് കയറും. സേലം ഡിവിഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രിച്ചി എത്തുന്നവരെ സേലം ഡിവിഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ സേലം ഡിവിഷനിലേക്ക് കയറി. ഇത്രയും നേരം ചെന്നൈ ഡിവിഷനിലായിരുന്നു. അപ്പോൾ ട്രിച്ചി എത്തുന്നവരെ ഇനി സേലം ഡിവിഷനായിരിക്കും. ട്രിച്ചി സ്റ്റേഷൻ മാത്രം നമ്മൾ ട്രിച്ചി ഡിവിഷനിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മധുര ഡിവിഷനിലേക്ക് കയറും. നമ്മളിപ്പോൾ ഏകദേശം മൊറപ്പൂരൊക്കെ കഴിഞ്ഞു. മൊറപ്പൂരൊക്കെ കഴിഞ്ഞാൽ ഇനി സേലത്തോട്ടൊരു 60 കിലോമീറ്റർ കൂടി ഉണ്ടാവും. സേലമാണ് അടുത്ത സ്റ്റോപ്പ്. നമ്മൾ കൃഷ്ണരാജപുരം കഴിഞ്ഞിട്ട് എവിടെ അൺഷെഡ്യൂൾഡ് ഹോൾട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മൊത്തം കറക്റ്റായിട്ട് നിർത്താണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആയിരുന്നു പോയത്. ബൊമ്മടി സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ. നമ്മളൊരു മിനി ഘാട്ട് സെക്ഷനിലാണ്. ഇവിടെ ട്രാക്ക് 2 ലെവലിലേക്കാണ് പോകുന്നത്. നല്ല ഭംഗിയാണ് ഈ സെക്ഷൻ. അപ്പോൾ അങ്ങനെ ഘാട്ട് സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഡാനിഷ് പേട്ടായി. ഇത് 16332 തിരുവനന്തപുരം മുംബൈ CSMT വീക്ക്ലി എക്സ്പ്രസ് ആയിരിക്കണം. മീൻവെൽ നമ്മുടെ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. സ്നാക്സ് വന്നിരിക്കുന്നത് വെറൈറ്റി ഉണ്ട് ഇപ്രാവശ്യം. മറ്റേ നമ്മുടെ ലൈറ്റ്സ് ഇവിടേക്ക് വരും. സേവ് മാമര, പിന്നെ ഒരു ചോക്കോപ്പായ ഉണ്ട്. ഇതെന്തോ പക്കോടയാണെന്ന് തോന്നുന്നു. പക്കോടയല്ല, പരിപ്പൂടയാണ്. പരിപ്പൂടയാണ്. പിന്നെ സൊസൈറ്റിയുടെ മസാല ചായ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ബി നാച്ചുറൽ ഗോവ ജ്യൂസ് ഉണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് തന്നിരിക്കുന്നത്. ഏതോ ഒരു ട്രെയിൻ ഓവർടേക്കുന്നു, ഏതാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിലേക്ക് എത്തുന്നു. കുറേ നേരമായിട്ട് ഇരിക്കുകയാണ് സീറ്റിൽ. ഇപ്പോഴാണ് ഒന്ന് എണീറ്റത്. ഇത്രയും നേരമായിട്ട് സീറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇനി തൊട്ടടുത്തുള്ള ഒരു ലേഡി പാസഞ്ചറാണ്. അവരാണെങ്കിൽ ബാംഗ്ലൂർ വിട്ടപ്പോൾ ഉറക്കമായിരുന്നു.
ഏറ്റവും ബുദ്ധിമുട്ട്. സൈഡിൽ ലേഡി പാസഞ്ചർ വന്നാൽ പിന്നെ അറിയാമല്ലോ, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിലേക്ക് കയറുന്നു. സമയം ഇപ്പോൾ 4:44. എനിക്കൊന്ന് 1-2 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നു. പതിവ് പോലെ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ് ചെന്നിരിക്കുന്നത്. ದಯವಿಟ್ಟು ನಿಮ್ಮ ಎಲ್ಲ ವಸ್ತುಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ತೆಗೆದುಕೊಳ್ಳಲು ಮರೆಯದಿರಿ. Thank you for traveling with Indian Railways. അപ്പോൾ നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഫുഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. എന്നാലും നോക്കാം. ഫുഡ് കിട്ടുന്നുണ്ട്, ആ ഫുഡ് ഇരിക്കുന്നു ഇവിടെ. അപ്പോൾ അതാണ് നമ്മുടെ ഡിന്നർ. സേലം കാറ്ററിംഗ് ആണ്. എനിക്കിഷ്ടമല്ലാത്ത കാറ്ററിംഗ് ആണ് സേലം കാറ്ററിംഗ്. പക്ഷേ വീണ്ടും സേലം കാറ്ററിംഗ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് മോശമായിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ഫുഡ് എങ്ങനെ നമുക്ക് നോക്കാൻ തരും. Bharatiya Rail doors open on the left side. ഒന്ന് ഇറങ്ങിയിട്ട് കയറാമെന്ന് വെച്ചാൽ എന്തായാലും സിഗ്നൽ റെഡാണ്. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് കയറിയേക്കാം. നമ്മുടെ കൊച്ചിൽ നിന്ന് ഒരുപാട് പേരൊന്നും ഇറങ്ങാനുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് പേര് ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫുഡ് കിട്ടുന്നുണ്ട് ഇവിടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നമ്മുടെ സ്റ്റാർട്ടറായി ലെഫ്റ്റോട് റൂട്ട് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്. നമുക്കെന്നാൽ അതൊക്കെ കയറിയേക്കാം. ഇപ്പം മിക്കവാറും ഡോർ അടയും. നമ്മുടെ കോച്ചിലെ കാറ്ററിംഗ് വേസ്റ്റൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുള്ളൂ. അവർ ഇതൊരു അൺലോഡ് ചെയ്തില്ല. സാധാരണ ഇങ്ങനത്തെ സ്റ്റേഷൻ അൺലോഡ് ചെയ്യുന്നതാണ്, അൺലോഡ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് വിടുമ്പോഴത് ഡോർസ് ആർ ക്ലോസിങ് അനൗൺസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞാണ് ഡോർ അടഞ്ഞത്. ഇവിടെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ സേലം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സേലത്തുനിന്ന് ഇനി നമ്മൾ നേരെ ടുവേർഡ്സ് നാമക്കൽ തിരിയും. ഇപ്പോൾ സേലം, നാമക്കൽ, കരൂർ അങ്ങനെ നമ്മൾ പോവാം. നമ്മൾ ഇതുവരെ വന്ദേഭാരത്തിൽ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ സേലത്ത് നേരെ ടുവേർഡ്സ് ഈറോഡാണ് പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മൾ നാമക്കൽ റൂട്ടിൽ വന്ദേഭാരത്തിൽ പോകുന്നത്. ആ റൂട്ടിൽ ഒരൊറ്റ വന്ദേഭാരത്തുള്ളൂ. ആ വണ്ടി ഇതാണ്. അതിൽ നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ട്രെയിനിന് ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. ക്രൂ മാറിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പുതിയ ക്രൂ ആണ്. ഈ ക്രൂ മിക്കവാറും മധുര വരെ ഒറ്റ ഇതായിരിക്കും മിക്കവാറും. ഇവിടെ നമ്മൾ പോയിൻറ്റ്സ് പാസ് ചെയ്ത് നമ്മുടെ നാമക്കൽ ലൈനിലേക്ക് കയറണം. എല്ലാ ലോക്കോസിനും സൈഡിൽ ഗ്ലോറിയസ് 100 years ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നു. ഇതിലുണ്ട് അരക്കോണത്തിന് 2008 ആണ് ലോക്കോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നാമക്കൽ ലൈനിലോട്ട് കയറി. ആ ലെഫ്റ്റ് സൈഡിലുള്ള ലൈന് ഇനിയും ബാക്കി കിടക്കുന്ന ലൈന് വൃദ്ധാചലത്തേക്ക് പോകുന്ന ലൈനാണ്. വൃദ്ധാചലം ലൈനിൻ്റെ ഇവിടെ നിന്ന് തന്നെ ലെഫ്റ്റ് കർവ് ചെയ്ത് പോകുന്ന കാണാം. നമ്മൾ ഈ ലൈൻ വഴി ഒരു ഡെമോ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലം മുമ്പാണ്. എനിക്കൊന്ന് 2 വർഷം അല്ലെങ്കിൽ അതിന് നേരെ ആയിട്ടുണ്ടാവും. ഈ
ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 2 ലൈനാണ് മെയിൻ ലൈൻ ടുവേർഡ്സ് ബാംഗ്ലൂർ പോകുന്നത്. എക്സ്ട്രീം റൈറ്റിലുള്ള ലൈന് സേലം സ്റ്റീൽ പ്ലാന്റിലോട്ട് പോകുന്നൊരു ഡെഡിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ സൈഡിൽ കാണാം. അപ്പം നമ്മളങ്ങനെ ടുവേർഡ്സ് നാമക്കൽ തിരിഞ്ഞു. മെയിൻ ലൈൻ നേരെ പോകും. മെയിൻ ലൈൻ ടുവേർഡ്സ് ഈ റോഡാണ് പോകുന്നത്. നമ്മൾ നാമക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നാമക്കൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ കരൂർ പോയിട്ട് കരൂരിൽ വെച്ച് നമ്മൾ ഈറോഡ് ട്രിച്ചി ലൈനിൽ മീറ്റ് ചെയ്യും. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ടുവേർഡ്സ് ട്രിച്ചി പോകും. നമ്മൾ ജസ്റ്റ് നാമക്കൽ സ്റ്റേഷൻ എത്തുന്നു. നാമക്കൽ എന്ന് പറയുന്നത് ലോറി മാനുഫാക്ചറിങ്ങിന് വളരെ ലോറി ബോഡി ബിൽഡിങ്ങിന് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് നാമക്കൽ. Please remember to take all your belongings with you. कृपया अपना सारा सामान अपने साथ ले जाना न भूलें. ದಯವಿಟ್ಟು ನಿಮ್ಮ ಎಲ್ಲ ವಸ್ತುಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ತೆಗೆದುಕೊಳ್ಳಲು ಮರೆಯದಿರಿ. Thank you for traveling with Indian Railways. അങ്ങനെ നമ്മൾ നാമക്കലെത്തിയ സമയം ഇപ്പോൾ 5:23. ഇവിടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. കടയ്ക്ക് വരുമ്പോൾ പില്ലറിൻ്റെ സൈഡിൽ താഴെ നിന്ന് കച്ചവടം നടക്കുന്നത്. വളരെ പെട്ടെന്ന് നിർത്തിയിട്ട് വിട്ടു. ഇപ്പോൾ സമയം 5:25. ഏതാ ട്രെയിൻ ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. SR മാർക്കിങ്സ് ആണ്, ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ മോഹനൂർ സ്റ്റേഷൻ കഴിഞ്ഞു. ഇതാണ് കാവേരി നദി. അപ്പം നമ്മളങ്ങനെ കരൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോന്നു. അവിടെ നിന്നൊരു ഇലക്ട്രിഫൈഡ് ലൈൻ വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ വരുന്ന ലൈൻ ഈറോഡ് കരൂർ ലൈനാണ്. ഈറോഡ് ട്രിച്ചി ലൈൻ ആക്ച്വലി. അതിലേക്ക് നമ്മൾ പോയി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ಸಂಪೂರ್ಣ ನಿಲುಗಡೆಗೆ ಬಂದ ನಂತರವೇ
ദയവിട്ടു എച്ചരിക്കേണ്ട നേടി. ഇതാണ് ഈറോഡ് കരൂർ ട്രിച്ചി ലൈന്. All your belongings with you. यात्रा के പ്ലാറ്റ്ഫോം 4ലേക്കായിരുന്നു ഇരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഇതാണ് കരൂർ റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 2, 3 അടച്ചിട്ടിരിക്കുന്നു. വലിയ കുഴി എടുത്തിട്ടുണ്ട് അതിൽ. അതാണ് സ്റ്റേഷൻ ബിൽഡിങ്. കരൂർ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇപ്പോൾ ഏതോ വണ്ടി വരാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ മോഹനൂരിൽ വെച്ച് ക്രോസ് ചെയ്ത വണ്ടി നാഗർകോവിൽ കാച്ചിക്കോട് എക്സ്പ്രസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കൃത്യസമയമായ 5:50 കരൂരിൽ നിന്ന് എടുത്തു. അപ്പോൾ ഈ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ കരൂരിൽ നിന്ന് ട്രിച്ചി വഴിയാണ് ഇത് ഡിണ്ടിഗലിലേക്ക് പോകുന്നത്. കരൂരിൽ നിന്ന് നേരെ ഡിണ്ടിഗലിലേക്ക് പോകുകയാണെങ്കിൽ 74 കിലോമീറ്റർ ഉള്ളൂ കരൂരിൽ നിന്ന്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ലൈൻ കാണാം. അതുവഴി പോയി കഴിഞ്ഞാൽ ഓൺലി 74 കിലോമീറ്റേഴ്സ് ആണ് ഡിണ്ടിഗലിലേക്ക്. പക്ഷേ നമ്മൾ ട്രിച്ചി വഴി പോകുന്നതുകൊണ്ട് നമ്മൾ 170 കിലോമീറ്റർ ഓടും. ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ, 96 കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ ഓടിയാണ് നമ്മൾ ഡിണ്ടിഗൽ എത്തുന്നത്. നമ്മളിവിടെ വെച്ചാൽ അമരാവതി നദിയെ പാസ് ചെയ്യും. ഈ പാസ് ചെയ്യുന്നതാണ് അമരാവതി നദി. അമരാവതി നദി എന്ന് പറയുന്നത് കാവേരി ആറിൻ്റെ ഒരു പോഷക നദിയാണ്. ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ലൈൻ, ഈ കാണുന്ന ലൈന്, അത് നേരെ ഡിണ്ടിഗലിലേക്ക് പോകുന്ന ലൈനാണത്. അത് കരൂർ നേരെ ടുവേർഡ്സ് ഡിണ്ടിഗൽ പോകും. കണ്ടോ, അതങ്ങനെ സെപ്പറേറ്റ് ആയി പോയിട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് പോകും നേരെ ടുവേർഡ്സ് ഡിണ്ടിഗൽ. ആ ലൈൻ വഴി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വരും 74 കിലോമീറ്റർ നമ്മൾ ഡിണ്ടിഗലെത്തും. നമ്മൾ ട്രിച്ചി വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 100 കിലോമീറ്ററിനടുത്ത് നമ്മൾ എക്സ്ട്രാ ഓടേണ്ടി വരും. വീരരാക്യം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ അൺസ്കെഡ്യൂൾഡായിട്ട് പിടിച്ചിട്ടു. ആക്ച്വലി ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രിച്ചി ഈറോഡ് പാസഞ്ചർ വരുന്നുണ്ട്. പാസഞ്ചർ കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നും. കാര്യം ഇതിനപ്പുറത്തുള്ള സ്റ്റേഷൻ എനിക്കൊന്ന് ഹോൾട്ട് സ്റ്റേഷൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നമ്മളിവിടെ പിടിച്ചിട്ടത്. ഈ ലാസ്റ്റ് സീറ്റുകൾക്ക് മാത്രം കേട്ടോ ഇതിൻ്റെ ലെഗ് സ്പേസിന് കുറവുള്ള. അതിനൊരു കാരണമുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്കിൽ ഒരു ഡക്റ്റ് ഉണ്ട്. ഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇതുണ്ടല്ലോ ട്രാക്ഷൻ മോട്ടോഴ്സിൻ്റെ വെൻറ്റിലേഷൻ ഡക്റ്റാണത്. ആ ഡക്റ്റ് ഉള്ളതുകൊണ്ട് സീറ്റ് കുറച്ച് മുന്നോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മോട്ടോർ കോച്ചിലെ ലാസ്റ്റ് സീറ്റുകൾ, അതായത് 1, 2, 3, 4, അതിൽ 75, 76, 77, 78 കിട്ടുകയാണെങ്കിൽ അവിടെ ലെഗ് സ്പേസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഇത്രയും നേരം പോസ്റ്റാക്കി ട്രിച്ചി ഈറോഡ് പാസഞ്ചർ എത്തി. ഇനിയിപ്പോൾ നമ്മൾ പോവായിരിക്കും.
അവൻ വന്ന് നിന്നു, അവരാണ് ആദ്യം വിട്ടത്, നമ്മളത് കഴിഞ്ഞിട്ട് ഇറങ്ങി തുടങ്ങിയത്. സമയം ഇപ്പോൾ 6:09. ഇനി നമുക്ക് ഇതിൽ ഒരു ക്രോസിങ്ങും കൂടി ഉണ്ട്, മയിലാടുതുറ കോയമ്പത്തൂർ ജനശതാബ്ദി. ജനശതാബ്ദി വെയിറ്റ് ചെയ്യുമോ നമ്മൾ വെയിറ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം. മായന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ്. ഇപ്പുറത്തെ സൈഡിൽ ലൂപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ, പ്ലാറ്റ്ഫോം ഇല്ല. ഒരു എക്സ്ട്രാ ചായ മേടിച്ചു. ഇത് പേയബിളാണ്. അപ്പോൾ UPI സ്കാനിങ് കോഡും കൊണ്ട് വന്നു. 15 രൂപയാണ് ചാർജ്. എന്നാലും ഒരു ചായ കുടിക്കാൻ നല്ല ബോറടിച്ചിരിക്കുക. അപ്പോൾ ഈ മായന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ പിടിച്ചിട്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് ജനശതാബ്ദി പോകാനായിട്ട്. നമ്മൾ വന്ദേ ഭാരത്തിലാണ് ജനശതാബ്ദി പോകാനായിട്ട് നമ്മൾ പിടിച്ചിട്ടിരിക്കുകയാണ്. വാപ്സാൻ 30573 EDLSൻ്റെ മയിലാടുതുറ കോയമ്പത്തൂർ ജനശതാബ്ദി എക്സ്പ്രസ്. ഇതിന് കഴിഞ്ഞിടയ്ക്കാണ് LHB കോച്ച് കിട്ടിയത്. നമ്മുടെ 1267778 എറണാകുളം ഇൻ്റർസിറ്റിക്ക് അലോട്ട് ചെയ്ത കോച്ചുകളാണ് ഈ വണ്ടിക്ക് അടിച്ചു മാറ്റിയത്. നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി പോലെ തന്നെ ബെഞ്ച് ടൈപ്പ് സീറ്റുകളാണിത്. പുഷ് ബാക്ക് സീറ്റല്ല, ബെഞ്ച് ടൈപ്പ് സീറ്റാണ്. കോച്ചൊക്കെ കാലിയാണ്, മൊത്തത്തിൽ കാലിയാണ് വണ്ടി, ആരുമില്ല. നമുക്ക് സിഗ്നലായി, നമ്മൾ ഇറങ്ങി തുടങ്ങി. D2 മാത്രം കളർ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ICF അല്ലെന്ന് തോന്നുന്നു. വണ്ടി അങ്ങനെ ട്രിച്ചി ജംഗ്ഷനിലേക്ക് കയറി. ഏതാ പ്ലാറ്റ്ഫോം മനസ്സിലാവുന്നില്ല. പ്ലാറ്റ്ഫോം 1 തന്നെയാണ്. സമയം ഇപ്പോൾ 7:17. ഇവിടെ നല്ല തിരക്കിറങ്ങാനായിരുന്നു. സമയം ഇപ്പോൾ 7:19. 7:19 നമ്മൾ ഇതാണ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ സ്റ്റേഷൻ. സിഗ്നൽ കാണാൻ വയ്യ, ഞാൻ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് സമയം ഇപ്പോൾ 7:20. 7:19 ഇവിടെ നിർത്തിയായിരുന്നു. ഇപ്പോൾ 7:20 സമയം. സമയം ഇപ്പോൾ 7:27. 7:25 നമ്മുടെ അടുത്ത് ഷെഡ്യൂൾ ഡിപ്പാർച്ചർ. നമുക്ക് മുന്നേ പോകേണ്ട വൈഗ എക്സ്പ്രസ് ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അവനൊരു ബ്ലോക്ക് ക്ലിയർ ആയിട്ട് നമ്മളെ വിടാൻ പറ്റില്ല. അവനെനിക്കൊന്ന് മണപ്പാറയൊക്കെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അവനെ ഓവർടേക്ക് ഇല്ല. നമ്മൾ മധുരൈ വരെ അവൻ്റെ പുറകെ തന്നെ പോവുകയുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ കാരേക്കാൽ എറണാകുളം എക്സ്പ്രസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാരേക്കാൽ എറണാകുളം എക്സ്പ്രസ്സും കിട്ടും. അപ്പോൾ അതൊരു ഓൾട്ടർനേറ്റീവാണ്. മധുര വന്ദേ ഭാരത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സാധനം പിടിച്ചു കഴിഞ്ഞാൽ കാരേക്കാൽ എറണാകുളം എക്സ്പ്രസ് പിടിച്ചു കഴിഞ്ഞാൽ പാലക്കാട്, എറണാകുളം, തൃശ്ശൂരൊക്കെ പോകേണ്ടവർക്ക് പോകാം.
സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ വണ്ടിയുണ്ട്, കോയമ്പത്തൂർ വണ്ടി വിളിച്ചാൽ മതി, അത് കുറച്ചും കൂടെ നേരത്തെ എത്തും. ജസ്റ്റ് ഇൻ കേസ് കോയമ്പത്തൂർ വണ്ടി ഓടാത്തൊരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ സമയം 7:31 നമ്മളിതുവരെ എടുത്തിട്ടില്ല. 7:42 ഫൈനലി നമ്മൾ അനങ്ങിയതായി. 7:30 ഡോറ് ക്ലോസ് ആയിരുന്നു. 12 മിനിറ്റ് ഡോർ അടഞ്ഞങ്ങനെ കടന്നു. ഒരു പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പുറത്ത് ഇപ്പോൾ കോൺട്രാക്ട് കൊടുത്തു, ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ. പണ്ട് നേരത്തെ റെയിൽവേ സ്റ്റാഫ് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ദിണ്ടുകലാണ്. ദിണ്ടുകൽ എങ്ങനെ മധുരയാണ്. ഇത് കൃഷി കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഡിന്നർ സെർവ് ചെയ്യും. ദിണ്ടുകൽ ഇറങ്ങുന്ന യാത്രക്കാർക്കും ഡിന്നറുണ്ട്, മിക്കവാറും ഉടനെ ഡിന്നർ സെർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ അത്താഴം വന്നിട്ടുണ്ട്. അത്താഴം രുചി വിട്ടുടനെ കൊണ്ടു തന്നു. നേരത്തെ നമ്മൾ സേലത്തുനിന്ന് ലോഡ് ചെയ്ത BKRSS എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. സേലത്തുനിന്ന് ലോഡ് ചെയ്താണ്. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിന്നർ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഡിന്നർ അൺബോക്സ് ചെയ്തപ്പോൾ ഇനി ഭയങ്കര പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് ആണ്. കാരണം നമ്മുടെ സാധാരണ പനീർ കറിക്ക് വരെ നല്ലൊരു വെജ് കുറുമയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം പട്ടാണി ഒക്കെ ഇട്ട് നല്ലൊരു വെജ് കുറുമയാണ് വന്നിരിക്കുന്നത്. നല്ല മണവും ഫ്ലേവർ എങ്ങനെ ഉണ്ടെന്നല്ല നോക്കിയിട്ട് പറയാം. പിന്നെ ഇപ്പോഴത്തെ ദാലിന് വരാം കണ്ടിട്ടൊരു സാമ്പാർ പോലെ ഉണ്ട്. സാമ്പാറിൻ്റെ ദാലാണ് നല്ല കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ അതുപോലെ ജീര റൈസും ഒരു ഡ്രൈ വെജിറ്റബിളും 2 ചപ്പാത്തി. ഐസ്ക്രീമിന് വരെ വീണ്ടും ഉച്ചയ്ക്ക് എന്ന അതേ സാധനത്തിനാണ്, മില്ലറ്റ് ലഡു തന്നെയാണ്. പിന്നെ അതുപോലെ തൈര് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഓഫ് കോഴ്സ് പിക്കിളുണ്ട്. ഇതൊക്കെയാണ് ഡിന്നർ വന്നിരിക്കുന്നത്. കുറുമെന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ടാവും. മറ്റേത് പരിപ്പാണ്, ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഓഫ് സാമ്പാർ പൊടി ഉണ്ടോയെന്നൊരു സംശയം. സാമ്പാറല്ല, അടിപൊളിയായിട്ട് കിട്ടും. ಭಾರತೀಯ ರೈಲ್ವೆಯಲ್ಲಿ ಪ್ರಯಾಣಿಸಿದಕ್ಕಾಗಿ ವಂದನೆಗಳು. അത്യാവശ്യം നല്ലോണം ആളിറങ്ങാനുണ്ട് ഇവിടെ. അങ്ങനെ ഡിണ്ടുകൽ ജംഗ്ഷനിലെത്തി. സമയം ഇപ്പോൾ 8:40. നമുക്ക് പോകേണ്ട സ്റ്റാർട്ടർ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഒരു സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഡിണ്ടുകൽ സ്റ്റേഷൻ ഇവിടെ വലിയ ലൈറ്റിംഗ് ഇല്ല. ഇതൊക്കെ പഴയ പാർട്സാണ് പ്ലാറ്റ്ഫോമിൻ്റെ. വലുതായിട്ട് ലൈറ്റിംഗ് ഒന്നുമില്ല ഇവിടെ. പുറപ്പെടുകയായി. അപ്പോൾ 8:41 നമ്മൾ ദിണ്ടുകലിൽ നിന്ന് എടുക്കുന്നു. ഇനിയൊരു 60 കിലോമീറ്ററിനടുത്തും കൂടി ഉണ്ട്. 9:40 നമ്മുടെ മധുരൈ ഷെഡ്യൂളിൻ്റെ ടൈം. 9:40 ആകുമ്പോഴേക്ക് എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ കാല് വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സീറ്റിന് എൻ്റെ അടുത്താണുള്ള സീറ്റ് ശ്രദ്ധിക്കുക, അപ്പുറത്തെ സീറ്റിൻ്റെ ഗ്യാപ്പ് ശ്രദ്ധിക്കുക. അപ്പുറത്തേക്ക് കുറച്ച് കൂടുതലുണ്ട്. ഈ ലാസ്റ്റ് റോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്കിൽ ഡക്റ്റ് വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെ 9:28 നമ്മൾ മധുരയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മധുരത്തെ യാത്രക്കാരൊക്കെ ഇറങ്ങി. നമുക്ക് എന്നാൽ പിന്നെ പതുക്കെ ഇറങ്ങിയേക്കാം. നമ്മുടെ മറ്റൊരു വന്ദേ ഭാരത് യാത്രയും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര 20672 ബംഗളൂരു കണ്ടോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനായിരുന്നു. നമ്മൾ ജസ്റ്റ് ട്രെയിനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ മധുരയുടെ ലാസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. പ്ലാറ്റ്ഫോം 6 ആണെന്ന് തോന്നുന്നു. അത് പ്ലാറ്റ്ഫോമിൽ മാറിയെന്ന് എനിക്കറിയില്ല. നമ്മൾ അവസാനത്തെ പ്ലാറ്റ്ഫോമിലാണ് കൊണ്ട് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ കേരളത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലോട്ട് പോകുന്നവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കേരളത്തിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിനുകൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വന്ദേ ഭാരത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് പോകുന്നവർക്ക് ഈ വന്ദേ ഭാരത് ഒരു അടിപൊളി ഓപ്ഷനാണ് എന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് 11:20 പോകുന്ന പുനലൂർ എക്സ്പ്രസ്സും 2 12:10 പോകുന്ന നമ്മുടെ കൊല്ലം ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്സും. ഞാൻ ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് വെക്കാൻ ആര്യങ്കാവ്, അതുപോലെ പുനലൂർ, കൊട്ടാരക്കര, കൊല്ലം, അത്യാവശ്യം കരുനാഗപ്പള്ളി ഭാഗത്തോട്ടുള്ളവർക്കും സൗകര്യമാണ്. അതേപോലെ പുനലൂർ എക്സ്പ്രസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ
നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, കഴക്കൂട്ടം ആ ഭാഗത്തുള്ള യാത്രക്കാർക്കും വളരെയേറെ സൗകര്യമാണ്. അപ്പോൾ ഞാനിന്ന് കൊല്ലം എക്സ്പ്രസ്സിന് പോകുന്നുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് എല്ലാം രേഖപ്പെടുത്തണം. കാര്യം നമുക്ക് നിങ്ങളുടെ സജഷൻസ്, കമൻറ്റ്സ്, ഫീഡ്ബാക്ക് എല്ലാം വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ കണ്ടൻറ്റ് വരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും this is Binay Shankar signing off from Platform 7. See you very soon in another video. Until then, bye bye.